ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വ്യത്യസ്തങ്ങളായ വിധത്തിൽ നമ്മൾ ഓരോരുത്തരിലും അർപ്പിതമായിരിക്കുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുക എന്നതാണ് മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യ നിർവഹണത്തിന് ഉപോത്ബലകമായി ആവശ്യമായിട്ടുള്ള പരിജ്ഞാനം നമ്മൾ ഓരോരുത്തരും പ്രാപിക്കേണ്ടതായിട്ടുമുണ്ട്. എല്ലാ അറിവും നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയായിരിക്കണം. എല്ലാ നിയോഗവും ദൈവാത്മപ്രേരിതവും സ്നേഹത്താലും അനുകമ്പയാലും നിറഞ്ഞതുമായിരിക്കണം. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അതിനുതകുന്നതാണോ എന്ന ഒരു ആത്മപരിശോധന നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. സെപ്റ്റംബർ 5, അതായത് ഇന്നലെ ടീച്ചേഴ്സ് ഡേ ആയിരുന്നു. ഇന്ന് മാർത്തോമാ സഭയുടെ ലക്ഷണറി പ്രകാരം വിദ്യാഭ്യാസത്തെക്കുറിച്ച് പരിചിന്തനം ചെയ്യുന്നതിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. വിമോചനത്തിനായുള്ള വിദ്യാഭ്യാസം എന്നതാണ് ചിന്താവിഷയം. അതിനാധാരമായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 34 മുതൽ 44 വരെയുള്ള വേദഭാഗങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. മനോഹരമായൊരു പുസ്തകമുണ്ട്, താങ്ങാവുന്ന വിദ്യാഭ്യാസം. ദ്വയാർത്ഥ പ്രയോഗമുള്ള ഒരു ടൈറ്റിലാണിതിന്. അധ്യാപകരായിരുന്ന ഗോപാലകൃഷ്ണനും വിജയലക്ഷ്മിയും തങ്ങളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എഴുതിയ ഒരു പുസ്തകമാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്നൊരു ശരാശരി വരുമാനമുള്ള മാതാപിതാക്കൾക്ക് പോലും താങ്ങാവുന്നതല്ല വിദ്യാഭ്യാസം. അങ്ങനെയുള്ള വിദ്യാഭ്യാസം പിന്നീട് അവർക്കോ തലമുറകൾക്കോ ഒരു താങ്ങ് ആകുന്നതുമില്ല. ഇതാണ് ഇതിൻ്റെ ഇതിവൃത്തം. വെറുമൊരു വരുമാന മാർഗം എന്നതിലപ്പുറത്തേക്ക് സമൂഹത്തിന്, കുടുംബത്തിന്, തങ്ങൾക്ക് തന്നെ, വ്യക്തിക്ക് ഒക്കെ താങ്ങാകുന്ന ഒരു വിദ്യാഭ്യാസം ഇന്ന് അഭികാമ്യമായിട്ടുള്ളതാണ്. വിദ്യാഭ്യാസം, അഭ്യസ്ത വിദ്യർ തുടങ്ങിയ സംജ്ഞകളിലൊക്കെ വിദ്യയുടെ ഒരു പ്രാഗ്മാറ്റിക് തലം കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. വിദ്യ ആർജിക്കുക എന്നത് മാത്രമല്ല, അതിൻ്റെ അഭ്യാസം കൂടെ സാധ്യമാകണം എന്ന് അർത്ഥം. യേശുക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ചും ന്യായപ്രമാണത്തെക്കുറിച്ചുമുള്ള അറിവിൻ്റെ പ്രായോഗിക തലമായിരുന്നു തൻ്റെ പരസ്യ ശുശ്രൂഷ അനുഭവങ്ങളും പീഡാനുഭവവും ക്രൂശ് മരണവും. 4 സുവിശേഷങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്ന ഒരു അത്ഭുത പ്രവൃത്തിയാണ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരുൾപ്പെടുന്ന ഒരു വലിയ ജനസമൂഹത്തെ പോഷിപ്പിച്ച സംഭവം. ഈ സംഭവത്തിലൂടെ തുച്ഛമായ വിഭവങ്ങൾ കൊണ്ട് വലിയ പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തിയ ഒരു മിറക്കിൾ എന്ന തരത്തിൽ ലഘൂകരിച്ച് കാണുന്നത് ഒട്ടും ആശാസ്യമല്ല, ഒട്ടും പര്യാപ്തമല്ല. മറിച്ച് ഇവിടെ ഒരു സ്നേഹത്തിൻ്റെ നിദർശനമുണ്ട്, ഒരു അനുകമ്പയുടെ നിദർശനമുണ്ട്. ശിഷ്യന്മാരെ പ്രവർത്തനത്തിന് പ്രാപ്തരാക്കുന്ന, സജ്ജീകരിക്കുന്ന ഒരനുഭവമുണ്ട്. ദൈവാശ്രയവും പ്രാർത്ഥനയും മൂലം വിപരീത സാഹചര്യങ്ങൾ അനുകൂലമായി തീരുന്ന ദൈവാനുഭവത്തിൻ്റെ ഉൾക്കരുത്തുണ്ട്. ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കാം. ഒന്നാമതായി, വിദ്യാഭ്യാസം മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണ്. വിദ്യാഭ്യാസം മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണ്. Education is a journey towards the fullness of humanness. ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകരുടെയും അന്തസത്ത ദൈവസ്നേഹവും മനുഷ്യസ്നേഹവുമാണെന്ന് യേശു മനസ്സിലാക്കിയിരുന്നു. അതാണ് അവനെ മനസ്സലിയുള്ളവനാക്കിയത്, അതാണ് അവനെ നീതിബോധമുള്ളവനാക്കിയത്. ഗലീലയിലെ സാധാരണക്കാരും മുക്കുവരുമായ ഒരു വലിയ സമൂഹം ഇടയിലില്ലാത്ത ആടുകളെ പോലെ എന്ന് കണ്ട് അവരോട് മനസ്സലിഞ്ഞ് അവനവരെ ചേർത്ത് നിർത്തുന്നു. വിശ്വാസി എന്നുള്ള നിലയിൽ, വേദപഠിതാക്കൾ എന്നുള്ള നിലയിൽ വലങ്കയും ഇടങ്കയും തിരിച്ചറിയാത്ത ദൈവജനത്തെ അവഗണിച്ച് നമുക്കെങ്ങനെ ദൈവത്തെ അറിയുന്നു എന്ന് പറയുവാൻ സാധിക്കും? വിദ്യ സൂചകങ്ങളും നിയമങ്ങളും അനുശാസനങ്ങളും മാത്രമാണ്. അതിൻ്റെ അഭ്യാസമാണ് നമ്മെ മനുഷ്യത്വമുള്ളവരാക്കുന്നത്. രണ്ടാമതായി, വിദ്യാഭ്യാസം സാധ്യതകളെ കണ്ടെത്തി പ്രവൃത്തിപഥത്തിലെത്തിക്കലാണ്. സാധ്യതകളെ കണ്ടെത്തി പ്രവൃത്തിപഥത്തിലെത്തിക്കുക. Education is identifying and materializing our possibilities. നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് എന്ന് ചെന്ന് നോക്കുവിൻ. കർത്താവിൻ്റെ വചനമാണ്. ശിഷ്യന്മാർക്കുള്ള വിദ്യാഭ്യാസം കൂടെയാണ് ഇവിടെ ഗുരു നൽകുന്നത്. പരിമിതികൾ ഉയർത്തിക്കാട്ടുകയാണ് ഈ ശിഷ്യന്മാർ എപ്പോഴും ചെയ്യുന്നത്. 6-ാം അധ്യായം 35-ാം വാക്യം മുതൽ അത് കാണാം. ഇത് നിർജ്ജന പ്രദേശമല്ലോ, നേരം നന്നേ വൈകിയിരിക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാനില്ല, അവരെ പറഞ്ഞയക്കണം തുടങ്ങി അനേകം ഒഴികഴിവുകൾ അവർ പറയുന്നതായി, നിരത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യക്ഷത്തിൽ വളരെ റാഷണലായിട്ടുള്ള ചിന്തകളാണ് അവരുടേത്. റാഷണലായിട്ടാണ് അവർ സംസാരിക്കുന്നത്. എന്നാൽ
അതേ ഒപ്പം അത് നെഗറ്റീവുമാണ്. നിർജ്ജന പ്രദേശത്ത് അപ്പം ലഭിക്കില്ല, ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ, അനാവശ്യ ചെലവ് എന്തിന്, ഒഴികഴിവുകൾ അവർ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്നുകിൽ അവർ സാധ്യതകളെ ആരാഞ്ഞറിയുന്നില്ല, അല്ലെങ്കിൽ പരിമിതികളെ സാധ്യതകൾക്ക് മീതെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതുമല്ലെങ്കിൽ സാധ്യമായ വഴികൾക്ക് വേണ്ടി വ്യയം ചെയ്യുവാൻ തങ്ങൾ തൽപരരല്ലെന്ന് പ്രഖ്യാപിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് mere rational and critical thinking that helps you do something, but the rational and critical thinking with an added flavor of love and compassion that makes things possible. അതായത് മനസ്സലിവും സ്നേഹവും സ്വയം വ്യയം ചെയ്യുവാനുള്ള സന്നദ്ധതയും നമ്മുടെ യുക്തിചിന്തകളോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് വിദ്യാഭ്യാസം ഗുണകരമായി ഭവിക്കുന്നത്. മൂന്നാമതൊരു ചിന്ത, വിദ്യാഭ്യാസം വൈയക്തികമായതിൽ നിന്നും കൂട്ടായ പ്രയത്നങ്ങളിലേക്ക് നയിക്കുന്നു. വിദ്യാഭ്യാസം വൈയക്തികമായതിൽ നിന്നും കൂട്ടായ പ്രയത്നങ്ങളിലേക്ക് നയിക്കുന്നു. Education is a collective exercise. It is not an individual exercise, but rather a collective exercise. പട്ടണത്തിൽ പോയി ആഹാരം കൊള്ളേണ്ടതിന് ജനക്കൂട്ടത്തെ പറഞ്ഞു വിടണമെന്ന് ശിഷ്യന്മാർ ശഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവരെ പറഞ്ഞയക്കണമെന്ന് ശിഷ്യന്മാർ പറയുന്നത്? പട്ടണത്തിൽ പോയി വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് ഏൽക്കേണ്ടി വരുന്ന ക്ലേശം, തങ്ങൾ തന്നെ പോയാൽ തങ്ങൾക്ക് ഏൽക്കേണ്ടി വരുന്ന ക്ലേശം, തങ്ങൾക്കുണ്ടാകാനിടയുള്ള ചെലവ്, ജനക്കൂട്ടത്തിൻ്റെ പെരുപ്പം, തങ്ങളുടെ ക്ഷീണം, പല കാരണങ്ങളുണ്ടാകാം. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ നൈസായി ഇതിനെ ഒഴിവാക്കാനുള്ള ഒരു കാരണം, പല കാരണങ്ങൾ. കർത്താവ് അവരെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ്. ഇതിന്റെ പാരലൽ പാസേജിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു ബാലന്റെ കയ്യിൽ നിന്നും അപ്പം കൈക്കൊള്ളുന്നതായിട്ട്, അവന്റെ കയ്യിൽ നിന്ന് അപ്പം സ്വീകരിച്ച് അപ്പവും 2 മീനും സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ശിഷ്യന്മാരുടെ പ്രയത്നം നിശ്ചയമായിട്ടും ഇതിന്റെ പിന്നിലുണ്ട്. നായകസ്ഥാനത്ത് കർത്താവുണ്ട്, പ്രാർത്ഥനയുടെ പിൻബലമുണ്ട്, ദൈവത്തിന്റെ കരുതലുണ്ട്. എല്ലാം ചേർന്നാണ് വിശപ്പിൽ നിന്നുള്ള വിമോചനം സാധ്യമായി തീരുന്നത്. മെറ്റീരിയലായിട്ടും വ്യക്തിയായിട്ടും കർത്താവായിട്ടും പ്രാർത്ഥനയുടെ പിൻബലത്തിലും ഒക്കെയാണ് ഇതെല്ലാം സാധ്യമായി തീരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് വിചാരിക്കേണ്ടതില്ല എന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. വിമോചനം സാധ്യമാകുന്നത്, ഒരു കാര്യം സാധ്യതപ്രായമായി തീരുന്നത് നമ്മുടെ കളക്റ്റീവ് എഫേർട്ടിൽ കൂടെയാണ്. അതുകൊണ്ട് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിനോട് ചേർന്നുള്ള വിദ്യാഭ്യാസം നമ്മെ ആധ്യാത്മികമായും ഭൗതികമായും ശാരീരികമായും വിജ്ഞാനപരമായും ഒക്കെ ഉള്ള വിമോചനത്തിലേക്ക് നയിക്കുന്നു എന്നാണ്. വിശപ്പിൽ നിന്ന് മോചനം, ശിഷ്യന്മാർക്ക് സ്വാർത്ഥതയിൽ നിന്നുള്ള മോചനം, അജ്ഞാനത്തിൽ നിന്നുള്ള മോചനം, പല വിധത്തിലുള്ള വിമോചനം നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് വായിച്ചെടുക്കുവാനായിട്ട് സാധ്യമായി തീരും. COVID-19 ബന്ധപ്പെട്ടുള്ള വിപരീത സാഹചര്യത്തിലാണിന്ന് നാം എല്ലാവരുമായിരിക്കുന്നത്. കൊറോണ, പ്രളയം, പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിതവും രാഷ്ട്രീയപരവുമായ അസ്ഥിരത, ഇപ്പോഴത്തെ ന്യൂ നോർമലുമായി സമരസപ്പെട്ടു പോകേണ്ടി വരുമ്പോൾ പൊതുസമൂഹത്തിന്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, ജോലി ചെയ്യുന്നവർ എല്ലാവരും ചേർന്നിട്ടുള്ള പൊതുസമൂഹത്തിനൊക്കെ നേരിടേണ്ടി വരുന്ന സംഘർഷങ്ങൾ വളരെ വലുതാണ്. സമസ്ത ജീവിത പരിസരത്തെയും ഒരു മഹാമാരി പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. മേമ്പടിയായി ഈ അത്യാഹിതങ്ങളെല്ലാം, വിമാനാപകടം, അതിർത്തി സംഘർഷങ്ങൾ, ഇതാണ് ഒരു പോംവഴി. ഒരുമിച്ച് ചേർന്ന കൂട്ടായ പ്രയത്നത്തിലൂടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അറിവും കഴിവും ദൈവനാമ മഹത്വത്തിനായി, ചുറ്റുപാടുകളുടെ അനുഗ്രഹത്തിനായി ഉപയോഗിക്കുന്നതിലൂടെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ, വിമോചനത്തിനായിട്ട് നമ്മുടെ എല്ലാ താലന്തുകളെയും ഉപയോഗിപ്പാൻ ഒക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശ്വാസവും വചനധ്യാനവും പ്രാർത്ഥനയും കൊണ്ട് നാം ആർജിച്ചെടുത്തിരിക്കുന്ന ദൈവബോധം, സഹജബോധം, പരിസരബോധം നമ്മെയും നമ്മുടെ സമൂഹത്തെയും വിമോചനത്തിലേക്ക് നയിക്കുവാൻ ഉതകട്ടെ. അതിനെ വിമോചകനായ ദൈവം നമ്മെ സഹായിക്കട്ടെ.